പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഫേസ്ബുക്കിൽ ഞാൻ നേരിട്ട കുറേ പ്രശ്നങ്ങളെക്കുറിച്ച് എപ്പോഴും പറയാനുണ്ടായിരുന്നല്ലോ. അതൊക്കെ പരിഹരിക്കപ്പെട്ടു. ഒരു 3-4 ദിവസമായി. അത് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് പേര് ഫേസ്ബുക്കിൽ ഉണ്ടാവുമല്ലോ. അവർക്കൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കൂടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അതൊന്ന്. രണ്ട്, ഞാൻ ഈ അൺഒറിജിനാലിറ്റി പ്രശ്നം നേരിട്ടത് കാരണം ഞാൻ ഒറിജിനലാണെന്ന് കാണിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ഇടണം. പിന്നെ നമ്മളിപ്പോൾ എനിക്ക് പങ്കുവെക്കണമെന്ന് തോന്നുന്ന, ഇപ്പം ആളുകൾക്ക് കാണണമെന്ന് തോന്നുന്ന, ചിലപ്പോൾ നമ്മൾ അവിടെ ഇവിടെ കാണുന്ന ചില വീഡിയോകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ വീഡിയോയിൽ നമ്മുടേതായ എന്തെങ്കിലും ഒന്നുകൂടി വേണം. ഒരു മോഡിഫിക്കേഷൻ അതിനകത്ത് ആവശ്യമാണ്. മോഡിഫിക്കേഷൻ എന്നൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അപ്പോൾ ആ മോഡിഫിക്കേഷൻ വരുത്തി നമ്മൾ ഇടണം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണം. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ മുഖമൊക്കെ കാണിക്കേണ്ടി വരും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒരു മാസത്തോളമാണ് ഞാൻ റെസ്ട്രിക്ഷൻസ് നേരിട്ടത്. അതായത് എൻ്റെ റെക്കമെൻഡേഷൻ ഞാനൊരു പോസ്റ്റൊക്കെ ഇട്ടാൽ ഒരു 19 പേരല്ലാതെ അതിനപ്പുറത്തേക്ക് പോകാത്ത വിധം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് തടഞ്ഞു, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതുപോലെ തന്നെ എൻ്റെ മോണിറ്റൈസേഷൻ തടഞ്ഞു. അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു. അതിന് കാരണം ഞാൻ മൈക്കിൾ ജാക്സന്റെ ഒരു ബയോപിക്, ഒരു ഗംഭീര സിനിമയാണ്. ആ സിനിമ ഞാൻ റിയാദിൽ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ ഒരു വീഡിയോ, ഒരു 2 സെക്കൻഡുള്ളൊരു വീഡിയോ പങ്കുവച്ചു. അതാണ് എനിക്ക് പ്രശ്നമായത്. അപ്പോൾ അതോടൊപ്പം തന്നെ വേറെ ചില പ്രശ്നങ്ങൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ചേർന്നപ്പോഴാണ് എനിക്ക് ഇത്ര വലിയ പ്രശ്നം വന്നത്. ഇത് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ റിവ്യൂ ഒക്കെ കൊടുത്ത്, സാമ്പ്രദായിക രീതിയിലുള്ള റിവ്യൂ ഒക്കെ കൊടുത്തു. ആ റിവ്യൂ ഒക്കെ തള്ളി അവരെൻ്റെ നിയന്ത്രണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോഴാണ് ഞാൻ മെറ്റ സപ്പോർട്ട് എന്ന് പറയുന്ന സംവിധാനം, ഒരു പുതിയ സംവിധാനം അതിനകത്ത് ഞാൻ കണ്ടത്. അപ്പോൾ അതിൽ പോയിട്ട് ആ AI പറഞ്ഞപ്പോഴാണ് പ്രശ്നം. ആ AI ടൂളാണ് എൻ്റെ പ്രശ്നം പരിഹരിച്ച് തന്നത്. AI ഞാൻ പോയി എൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന്, ഫേസ്ബുക്കിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് പരിശോധിപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ എൻ്റെ മേലെ അവർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം സെപ്റ്റംബർ 2 വരെ ഉണ്ട്. അതിനുശേഷം മാത്രമേ എൻ്റെ അടുത്ത റിവ്യൂ പരിഗണിച്ച് ചിലപ്പോൾ എൻ്റെ നിയന്ത്രണം നീക്കുമായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെയും അടുത്ത ശ്രമമാണ്, അത്രയൊന്നും പോകാതെ പെട്ടെന്ന് നമുക്കെന്താ പരിഹരിക്കാൻ കഴിയുക എന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഈ കോപ്പിറൈറ്റ് പ്രശ്നമുള്ള വീഡിയോ ഒക്കെ നീക്കം ചെയ്തിരുന്നു. അപ്പോൾ AI ടൂൾ എന്നോട് ചോദിച്ചു, താങ്കൾക്ക് നിർണ്ണയിക്കുന്നത് റെക്കമെൻഡേഷൻ പെട്ടെന്ന് തിരിച്ച് കിട്ടണം എന്നാണോ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്തു തരാം, നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 24 മണിക്കൂർ മുതൽ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും എന്നാണ് പറഞ്ഞത്. രാത്രിയാണ് ഞാൻ അതൊക്കെ ചെയ്തത്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ നിയന്ത്രണങ്ങളെല്ലാം നീക്കി എൻ്റെ ഫേസ്ബുക്ക് ഇന്നലെ പിറന്ന കുട്ടിയെ പോലെ ഇങ്ങനെ പാപമുക്തനായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ റെക്കമെൻഡേഷൻ എനിക്ക് തിരിച്ചു കിട്ടി. അടുത്തൊരു പേയ്മെൻറ്റ് വരുന്നതിനുള്ള തടസ്സം ഒക്കെ നീക്കി ഇപ്പോൾ നല്ല അവസ്ഥയിലാണ്. ഇത് വിശദമായിട്ട് അറിയണമെങ്കിൽ ഞാൻ പിന്നീട് വിവരങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോ ഇട്ടൊക്കെ വരും. എന്നോട് ക്ഷമിക്കണം, എന്നെ വെറുക്കരുത്. എൻ്റെ രാഷ്ട്രീയ നിലപാടൊക്കെ കാരണം എന്നോട് ഒരുപാട് വെറുപ്പുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം ഫേസ്ബുക്കിൽ. അതൊന്നും ഇവിടെ കാണിക്കരുത് പ്ലീസ്.